ഹായ്, എല്ലാവർക്കും ടാരോ 96ലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്ന റീഡിംഗ് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് ആണ്. അപ്പോൾ ഞാൻ 3 പയൽസ് വെച്ചിട്ടുണ്ട്. പയൽ നമ്പർ 1, 2, 3. അപ്പോൾ ഇൻറ്റ്യൂട്ടീവ്ലി നിങ്ങളൊന്ന് ചൂസ് ചെയ്യുക. ഓക്കെ, ഒന്ന് ഡീപ്പ് ബ്രെത്ത് എടുത്ത് വീഡിയോ ഒന്ന് പോസ് ചെയ്ത് വെച്ചിട്ട് ചൂസ് ചെയ്തോളൂ. ഓക്കെ, നിങ്ങളുടെ പേഴ്സണെ നന്നായിട്ട് മനസ്സിൽ വിചാരിച്ചിട്ട് വേണം ചൂസ് ചെയ്യാൻ. അതുപോലെ കൃത്യമായ പയൽ നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് കൃത്യമായ മെസ്സേജസും കിട്ടുള്ളൂ. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് കിട്ടേണ്ട മെസ്സേജസ് കിട്ടാതിരിക്കുക. അപ്പോൾ പയൽ ചൂസ് ചെയ്യുന്നത് വളരെ ശ്രദ്ധിച്ച് ചൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് പയലിൻ്റെ റീഡിങ്ങിലേക്ക് പോകാം. പയൽ നമ്പർ 1 ചൂസ് ചെയ്തിട്ടുള്ള റീഡിംഗ് ആണ് ആദ്യം. റെഡ് പെൻസിൽ ചൂസ് ചെയ്തവിടെ റീഡിംഗ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം നിങ്ങളുടെ എനർജി, കറണ്ട് എനർജി എന്താണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാനൊരു 4 കാർഡ് വയ്ക്കും. ദെൻ നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് എനർജി എന്താണ് അതിനൊരു 4 കാർഡ് വയ്ക്കും. ദെൻ നമുക്ക് റീഡ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് പയൽ നമ്പർ 1. ഓക്കെ, നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി നമ്പർ 1. നമ്പർ 1 പേഴ്സൺ. ഓക്കെ, അപ്പം നമുക്ക് കാർഡ്സ് നോക്കാം. ഓക്കെ, ഓക്കെ, അപ്പം നമുക്ക് റീഡ് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ കറണ്ട് എനർജി എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും പോസിറ്റീവായുള്ളൊരു കാർഡാണ് വന്നത്. ഓക്കെ, സൺ കാർഡാണ് വന്നത്. അപ്പോൾ നിങ്ങളുടെ എനർജി എന്ന് പറയുന്നത് വളരെ ഒപ്റ്റിമിസ്റ്റിക്കായ, ഭാവിയെക്കുറിച്ച് വളരെ നല്ല പ്രതീക്ഷകൾ മാത്രം വെച്ച് പുലർത്തുന്ന ഒരു എനർജിയാണ് നിങ്ങളോട്. അതായത് വല്ലാത്തൊരു പോസിറ്റീവ് ഓറയുണ്ട് നിങ്ങളോട് സഹകരിക്കുന്ന, നിങ്ങളുടെ കൂടെ ജീവിക്കുന്ന ആൾക്കാരിലേക്കും കൂടി ആ ഒരു പോസിറ്റിവിറ്റി പകരാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു എനർജി ആയിട്ടാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ വൈബ്രേഷൻ. ഓക്കെ, അപ്പോൾ മറ്റുള്ളവർക്ക് കൂടി പോസിറ്റീവായിട്ടുള്ള അഡ്വൈസസ് കൊടുക്കുകയും അതുവഴി എല്ലാവർക്കും പ്രിയപ്പെട്ട അല്ലെങ്കിൽ ഇഷ്ടമുള്ള ഒരു വ്യക്തിത്വമായി മാറിയ, അല്ലെങ്കിൽ ഭാവിയിൽ മാറാൻ പോകുന്ന ഒരു എനർജിയാണിപ്പോൾ. ഓക്കെ,
അത്തരത്തിലുള്ള ഒരു എനർജിയിലാണ് ഇപ്പോൾ നിങ്ങൾ നിൽക്കുന്നത്. ആൾക്കാർക്ക് ഇഷ്ടമാണ് നിങ്ങളുടെ ഒരു പ്രസൻസ്. പിന്നെ ഇതിൻ്റെ ഒരു മറ്റൊരു സൈഡ് എന്താണെന്ന് ചോദിച്ചാൽ, ഇത്തരത്തിലുള്ളൊരു എനർജിയിൽ നിൽക്കുമ്പോൾ ചിലപ്പോൾ നെഗറ്റീവ്സിനെയും അട്രാക്റ്റ് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. കാരണം സൺ കാർഡ് എന്ന് പറഞ്ഞാൽ എല്ലാവരെയും അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു എനർജിയാണ്. ഓക്കെ, സൂര്യൻ അതിൻ്റെ പ്രകാശം എല്ലാവർക്കും കൊടുക്കുന്നില്ലേ, അതുപോലെ അപ്പോൾ നിങ്ങൾക്ക് ചുറ്റും കൃത്യമായ ഒരു ബൗണ്ടറി ഇല്ലെങ്കിൽ അത് പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യാനും ഉള്ള ഒരു വഴി തെളിച്ചേക്കാം. സോ അതൊന്ന് ശ്രദ്ധിക്കുക. അതർവൈസ് ഇത് വളരെ നല്ല ഒരു എനർജിയാണ് പൈൽ നമ്പർ 1. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ കരിയറൊക്കെ സക്സസ്ഫുൾ ആക്കാൻ വേണ്ടി ഒരുപാട് വർക്ക് ചെയ്യുന്നവരാണ്. വളരെ നല്ലൊരു എനർജിയാണ്. ഓക്കെ, പിന്നെ ഇതിൽ ചിലർ എനിക്ക് തോന്നുന്നു ജസ്റ്റിസ് കാർഡൊക്കെ ഉണ്ടായതുകൊണ്ട് കൺസൾട്ടേഷൻ, മോട്ടിവേഷൻ, അല്ലെങ്കിൽ ഞാനിപ്പോൾ ചെയ്യുന്ന പോലെ ടാരോ റീഡിങ്, ഹീലിംഗ്, അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നവരുണ്ടാവാം. ഉണ്ടെങ്കിൽ വണക്കം, വെൽക്കം ടു മൈ ചാനൽ. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ കൂടെയുള്ളവർക്കും കൂടി എന്തെങ്കിലും ഉപകാരം ചെയ്യണം, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടായാൽ ഓടിയെത്തുന്നവരാണ് നിങ്ങൾ. അപ്പോൾ നമുക്ക് നോക്കാം, ഈ വ്യക്തി എന്താണ്, നിങ്ങൾ എന്നോട് ചോദിച്ച വ്യക്തി ഈ വ്യക്തിക്ക് നിങ്ങളോട് ഭയങ്കര ഫിസിക്കൽ അട്രാക്ഷൻ ഉണ്ടായിരുന്നു. ഇതൊരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആവാം. ഫിസിക്കൽ അട്രാക്ഷൻ ഡെവിൽ കാർഡ് ഉണ്ടായതുകൊണ്ട് തന്നെ ഫിസിക്കൽ അട്രാക്ഷൻ്റെ പുറത്ത് തുടങ്ങിയ ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം. പക്ഷേ ഈ വ്യക്തി ഇപ്പോൾ കുറച്ച് ക്ലോസ്ഡ് ഓഫ് ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങളെപ്പറ്റി ചിന്തിക്കുമ്പോൾ നിങ്ങൾ എത്രത്തോളം ഇമോഷണലി അവൈലബിൾ ആയിരുന്നു, സപ്പോർട്ടീവ് ആയിരുന്നു എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട്. ബട്ട് അതിനെ റെസിസ്റ്റ് ചെയ്യുവാണ്. അതായത് ഈ റിലേഷൻഷിപ്പിനെ, ഇതിപ്പം റിലേഷൻഷിപ്പ് കൊണ്ടുണ്ടായത് നല്ല ഇമോഷൻസ് ആണേലും മോശം ഇമോഷൻസ് ആണേലും അത് തന്നിലേക്ക് തന്നെ ഒതുക്കി നിർത്താൻ ശ്രമിക്കുകയാണ്. ഇറ്റ്സ് എ കൈൻഡ് ഓഫ് റെസിസ്റ്റൻസ്. ഓക്കെ, റെസിസ്റ്റ് ചെയ്യുവാണ്. അതായത് ഒരു ദിവസം പെട്ടെന്ന് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യപ്പെട്ടു എന്നൊരു തോന്നൽ, അല്ലെങ്കിൽ അങ്ങനെ പെട്ടെന്നൊരു ദിവസം കംപ്ലീറ്റ്ലി ഈ റിലേഷൻഷിപ്പ് അവസാനിപ്പിക്കേണ്ടി വന്നു. ഇതിലേതാണ് നിങ്ങളുടെ സാഹചര്യമെന്ന് എനിക്കറിയില്ല. റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന പോലെ എടുക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങളെപ്പറ്റി ചിന്തിക്കുന്നത് നിങ്ങൾ വളരെ സ്നേഹമുള്ള ഒരാളായിരുന്നു, വളരെ സ്വീറ്റായിരുന്നു. ഫ്രണ്ട്ഷിപ്പൊക്കെ വയ്ക്കാൻ വളരെ നല്ല ഒരു വ്യക്തിയായിട്ടും ഈ വ്യക്തിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഫ്രണ്ട്ഷിപ്പാണേ ഞാൻ പറഞ്ഞത്, റിലേഷൻഷിപ്പ് എന്നുള്ള രീതിയിലല്ല. പക്ഷേ നിങ്ങളോട് ഓണസ്റ്റായിട്ട് നിൽക്കാൻ അല്ലെ പെരുമാറാൻ ഈ വ്യക്തിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതെന്താ അങ്ങനെ? ഒരു സെക്കൻഡ്, വെയിറ്റ്. ഇതൊന്ന് നോക്കണമല്ലോ. ഓണസ്റ്റായിട്ട് ബിഹേവ് ചെയ്യാൻ പറ്റില്ല. കിങ് ഓഫ് വോൺസ്. ഓക്കെ. അപ്പോൾ ഇതിനർത്ഥം ഒന്നാമത്തെ കാര്യം, ഈ വ്യക്തിക്ക് നിങ്ങൾക്ക് ഹേർട്ടാവുമോ എന്നൊരു ഭയം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതുമായിട്ട് നമുക്ക് കൂട്ടി വായിക്കുമ്പോൾ അതിനർത്ഥം കുറേ കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് മറച്ചു വയ്ക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾ ചിലത് അറിയാൻ പാടില്ല എന്നീ വ്യക്തി ആഗ്രഹിച്ചു. ഓക്കെ, അതുകൊണ്ട് റിലേഷൻഷിപ്പിൽ സിൻസിയറായിട്ട് നിന്നില്ല.
അപ്പോൾ ഈ വ്യക്തി സ്വയം ഒരുപാട് മുറിപ്പെട്ട ഒരാളാണ്. ഇൻഫാക്റ്റ് അത്തരത്തിലുള്ളൊരു പാസ്റ്റ് ഇയാൾക്കുണ്ട്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഇപ്പോഴും ഓപ്പൺ അപ്പ് ആവാനുള്ള ഒരു ഉദ്ദേശമില്ല. ഓക്കെ, ഒരു കിങ് വൈബിലാണ് നിൽക്കുന്നത്. അതായത് കുറച്ച് പ്രൗഡ് ആയിട്ടുള്ള ഒരു അഭിമാനം എന്ന് ഇവിടെ പറയാൻ പറ്റില്ല. കാരണം കിങ് ഓഫ് വോൺസ് എന്ന് പറയുമ്പോൾ ഒരു ചെറിയ രീതിയിലൊരു ദുരഭിമാനം എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ നിങ്ങളുടെ കൂടെ നിൽക്കുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ ആ പോസിറ്റിവിറ്റിയാണ് ഈ വ്യക്തിക്ക് കിട്ടുന്നത്. ഓക്കെ, കാരണം നിങ്ങൾ എമിറ്റ് ചെയ്യുന്നത് അതാണ്, പോസിറ്റിവിറ്റിയാണ്. അതിനുവേണ്ടി ആയിരിക്കാം കൂടെ നിന്നത്. അപ്പോൾ നിങ്ങളിൽ നിന്ന് അഡ്വാൻറ്റേജ് എടുക്കാനും ഇനി നിങ്ങളെ കൂടുതൽ ബുദ്ധിമുട്ടിക്കാനും ഈ വ്യക്തി ഇപ്പോൾ ഒരുക്കമല്ല. ഓക്കെ, ഇനി എനിക്ക് തോന്നുന്നു കാണാൻ വളരെ ഗുഡ് ലുക്കിംഗ് ആയൊരു വ്യക്തിയായിരിക്കും. കിങ് ഓഫ് വോൺസും ഡെവിൾ കാർഡും കൂടെ നമ്മൾ കൂട്ടി വായിക്കുമ്പോൾ കാണാൻ വളരെ ഗുഡ് ലുക്കിംഗ് ആയൊരു വ്യക്തിയായിരിക്കാം. പിന്നെ നമ്മൾ പറയില്ലേ, ഏറ്റവും മനോഹരമാണെന്ന് തോന്നുന്ന ഒരു പൂവിലായിരിക്കാം ഏറ്റവും വേദനിപ്പിക്കുന്ന മുള്ളുകളുള്ളത്. ഓക്കെ, അപ്പോൾ ഒരു ഫ്രണ്ട്ഷിപ്പ് എന്നുള്ള നിലയ്ക്ക് ആണെങ്കിൽ ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാം. അതിൽ കൂടുതൽ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഈ വ്യക്തി ഇപ്പോൾ ഒരുക്കമല്ല. ഓക്കെ, അതിൻ്റെ കാരണം ഇതാണ്, നിങ്ങളോട് പല സത്യങ്ങളും തുറന്ന് പറയേണ്ടി വരും, അതുകൊണ്ട് മാറി നിൽക്കുന്നു. ഇനി നിങ്ങളിതൊരു ഫ്രണ്ടിനെ പറ്റിയാണ് ചോദിച്ചതെങ്കിൽ നിങ്ങളോടൊരു തെറ്റ് ചെയ്തു എന്ന് ഈ വ്യക്തിക്ക് ബോധ്യമുള്ളത് കൊണ്ട് മാറി നിൽക്കുകയാണ്. ഓക്കെ, എങ്ങനെ മുന്നോട്ട് വരണമെന്നും ആക്ഷൻ എടുക്കണമെന്നും ഈ വ്യക്തിക്ക് അറിയില്ല. അങ്ങനെ ചെയ്താലും സത്യസന്ധമായിട്ട് നിൽക്കാൻ പറ്റില്ലെന്ന് നന്നായിട്ട് അറിയാം. അത് നിങ്ങൾക്ക് വേദന ഉണ്ടാക്കുമെന്നും അറിയാം. ഈ വ്യക്തി പെയിൻ ഉള്ളിൽ കൊണ്ട് നടക്കുകയാണ്. ഓക്കെ, പുറത്ത് കാണിക്കുന്നില്ല. അതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കാനും പ്രശ്നങ്ങൾ സോർട്ട് ഔട്ട് ചെയ്യാനും ഒന്നും തയ്യാറല്ല. പിന്നെ കിങ് ആയതുകൊണ്ട് തന്നെ ഒരു റെസ്ട്രിക്ഷൻ ഉണ്ട് ഈ വ്യക്തിക്ക് ചുറ്റും. നിങ്ങളിപ്പോൾ ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. ഓക്കെ, അത് നശിപ്പിക്കാനും ഈ വ്യക്തി ഒരുക്കമല്ല, താല്പര്യമില്ല. അപ്പോൾ ഇവരുടെ മനസ്സിൽ ഉള്ളിൽ ഒരുപാട് പ്രോബ്ലംസിനെ ഫേസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഡീൽ ചെയ്യുന്നുണ്ട്, ഒരുപാട് പ്രോബ്ലംസിനെ ഉള്ളിൽ ഡീൽ ചെയ്യുന്നുണ്ട്. ഒരു പ്രോമിസ് കൊടുത്തത് കീപ്പ് ചെയ്യാനുള്ള ശ്രമം പോലെയും ഫീൽ ചെയ്യുന്നു. ഐ ഡോണ്ട് നോ, പ്രോമിസ് നിങ്ങൾക്ക് തന്നതോ അല്ല മറ്റൊരാൾക്ക് കൊടുത്തതോ ആവാം. പല കാര്യങ്ങളും സത്യത്തിൽ ഇവിടെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്ത പോലെ, അതായത് തന്നിലേക്ക് തന്നെ ഒതുക്കി നിർത്തുകയാണ്. എനിഹൗ, ഒരു കാര്യം ക്ലിയറാണ്, ഈ വ്യക്തിക്ക് സ്വന്തം ഹൃദയത്തെയും നിങ്ങളുടെ ഹൃദയത്തെയും മുറിപ്പെടുത്താൻ ഉദ്ദേശമില്ല എന്നൊരു തീരുമാനത്തിലാണിപ്പോൾ. ഓക്കെ, ഇതിൽ കൂടുതൽ ഞാൻ പറയാൻ ശ്രമിച്ചാൽ എനിക്ക് അടുത്ത പൈലിൻ്റെ റീഡിങ്ങിലേക്ക് പോകാൻ പറ്റില്ല. ഓക്കെ, നമുക്ക് ഫസ്റ്റ് പൈൽ വൈൻഡപ്പ് ചെയ്യാം. ഒരുപാട് ഹിഡൻ ആയിട്ടുള്ള കുറേ കാര്യങ്ങളാണ്. എന്തൊക്കെയോ നിങ്ങളോട് പറയാത്ത കുറേ പ്രോബ്ലംസ് ഉണ്ട്. അതാണ്, പറയാൻ പറ്റില്ല, സാഹചര്യങ്ങൾ അനുവദിക്കുന്നില്ല. അപ്പോൾ പൈൽ നമ്പർ 2 യെല്ലോ പെൻസിൽ ചൂസ് ചെയ്തവരുടെ റീഡിംഗ് ആണ്. അപ്പോൾ എന്താണ് നിങ്ങളുടെ എനർജി?
എന്താണ് പേഴ്സൻ്റെ എനർജി? ഓക്കെ, അപ്പോൾ പൈൽ നമ്പർ 2 നമുക്ക് റീഡിങ്ങിലേക്ക് കിടക്കാം. നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി. ഓക്കെ, സെക്കൻഡ് പൈൽ, നിങ്ങളൊരു ഗിവറാണ്. അതായത് സ്നേഹം എത്രത്തോളം വാരിക്കോരി കൊടുക്കാമോ അതിൻ്റെ ആ ഒരു എക്സ്ട്രീം ലെവലിൽ പോകുന്ന, അത്രത്തോളം സ്നേഹിക്കാൻ മനസ്സുള്ള, മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യണം, അല്ലെങ്കിൽ ഒരു കണ്ടീഷൻസും വയ്ക്കാതെ സ്നേഹിക്കുന്നവർ. ഒരുപാട് സ്നേഹം. അപ്പോൾ ഇപ്പോൾ ഒരു ലവ് റിലേഷൻഷിപ്പിൻ്റെ കാര്യമാണെങ്കിൽ ഇവർ ഒരു കണ്ടീഷൻസും വയ്ക്കില്ല. കൊടുക്കുന്ന സ്നേഹം തിരിച്ച് കിട്ടുന്നുണ്ടോ എന്നൊന്നും നോക്കില്ല. അൺകണ്ടീഷണൽ ലവ് നമ്മൾ പറയില്ല, അത്. അങ്ങനെ എടുത്തു ചാടി കുറേ റിലേഷൻഷിപ്പിലൊക്കെ പെട്ടിട്ടുണ്ടായിരിക്കാം, പണി കിട്ടിയിട്ടുണ്ടായിരിക്കാം. അപ്പോൾ എല്ലാം കഴിഞ്ഞ് അവർ ചീറ്റ് ചെയ്തിട്ട് പോകുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും പറ്റി ഇട്ടിട്ട് പോകുമ്പോഴോ ആയിരിക്കും ചിന്തിക്കുന്നത് എന്താ ഇപ്പോൾ ഇവിടെ സംഭവിച്ചതെന്ന്. അപ്പോൾ അങ്ങനത്തെ ഒരു എനർജിയിലാണ് പൈൽ നമ്പർ 2. ആരൊക്കെയാണ് റീഡിങ് കാണുന്നതെന്ന് ഐഡിയ ഇല്ല എനിക്ക്. പിന്നെ ചില പേർക്ക് ഈ ഒരു കാര്യം, അതായത് ഞാൻ പറഞ്ഞില്ലേ ഈ അൺകണ്ടീഷണൽ ലവിൻ്റെ കാര്യം, അത് കൊടുത്തിട്ട് പണി കിട്ടിയ കാര്യം പറഞ്ഞില്ലേ, അപ്പോൾ അത് ചില പേർക്ക് റെപ്പറ്റേറ്റീവായിട്ട് ലൈഫിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന, അതായത് ഒരു ജഡ്ജ്മെൻ്റ് എന്നൊക്കെ പറയുന്നത് ഒരു സാറ്റേൺ പോലെയാണ്. ഓക്കെ, അപ്പോൾ കാർമിക്കായിട്ടുള്ള ഒരുപാട് റിലേഷൻഷിപ്പിനെ നിങ്ങൾ അട്രാക്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഒരുപാട് റിലേഷൻഷിപ്സ് വരും, ഒരുപാട്, ഒന്നിൽ കൂടുതൽ, രണ്ടിൽ കൂടുതൽ റിലേഷൻഷിപ്സിനെ അട്രാക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇതേ കണക്ക് പാതി വഴി പൊട്ടിപ്പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ റെപ്പറ്റേറ്റീവായിട്ട് ചില പേർക്ക് ഇങ്ങനെ ജീവിതത്തിൽ ഇതിങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ സ്നേഹിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് കണ്ടീഷൻസ് വയ്ക്കുക പ്ലീസ്. ഓക്കെ, അപ്പോൾ യൂണിവേഴ്സ് ഇവിടെ പറയാൻ ശ്രമിക്കുന്നത് അതാണ്. അത് നിങ്ങളുടെ സേഫ്റ്റിക്ക് വേണ്ടിയാണ്. ഓക്കെ, മനസ്സിലായല്ലേ? അപ്പോൾ ചുമ്മാ ഒരു എക്സാമ്പിൾ നമ്മൾ പറയാം. അതായത് ഇപ്പോൾ ഒരാൾ വന്നിട്ട് പറയുകയാണ്, ഞാനൊരു ഡോക്ടറാണ്, വിദേശത്താണ് വർക്ക് ചെയ്യുന്നത്, എൻ്റെ ലൈഫിൽ ഇന്ന പ്രശ്നങ്ങളൊക്കെ സംഭവിച്ചു. അപ്പം നിങ്ങളിത് കേൾക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നിങ്ങളോടിത് പറയുമ്പോൾ നിങ്ങളുടെ ആ ഒരു സിമ്പത്തറ്റിക് ആയിട്ടുള്ള ഒരു നേച്ചർ കാരണം നിങ്ങളത് അപ്പോഴേ വിശ്വസിക്കും. ഓക്കെ, ചിലപ്പോൾ ഈ പറഞ്ഞത് മൊത്തം കള്ളമായിരിക്കും. അപ്പോൾ അതിനെപ്പറ്റി കൃത്യമായ ഒരു ധാരണ ഇല്ലെന്ന് ആക്ച്വലി നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അറിയാം. എങ്കിലും എനിക്ക് സ്നേഹമാണ് ഏറ്റവും വലുത് എന്ന ഒരു പോളിസി വെച്ചുകൊണ്ട് സ്വയം ബ്ലൈൻഡ് ആവുകയാണ്. ഓക്കെ, അപ്പോൾ ഒന്നുകിൽ ഒരു ചീറ്റിംഗ് എനർജി ഫീൽ ചെയ്ത് എല്ലാം ഈ പറഞ്ഞ കണക്ക് കാർമിക്കായിട്ടുള്ള റിലേഷൻഷിപ്സ് അട്രാക്റ്റ് ചെയ്ത് അതങ്ങനെ പൊട്ടിപ്പോയി, പ്രശ്നങ്ങളുണ്ടായി. അല്ലെന്നുണ്ടെങ്കിൽ വലിയ വലിയ വഴക്കുകളിലൊക്കെ എൻഡ് ചെയ്തു. അത്തരത്തിലുള്ള വിഷയങ്ങളാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ആ ഒരു ടെൻഡൻസിയാണ് ഈ കഥയിലെ വില്ലൻ.
ഓക്കെ. അപ്പം നിങ്ങളുടെ സോഫ്റ്റ് സൈഡിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നവരുടെ കയ്യിൽ ചെന്ന് അറിയാതെ പെട്ടുപോവുകയാണ്. ഇപ്പോൾ ടോക്സിക്കായ ബന്ധങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ഒന്ന് മാത്രം ചിന്തിക്കുക, എന്നിലെ എന്ത് കാര്യം കണ്ടിട്ടാണ് ഈ ടോക്സിക് എലമെൻസിനെ ഞാൻ അട്രാക്റ്റ് ചെയ്തത്. അപ്പോൾ സ്വയം നമ്മളൊന്ന് വിലയിരുത്തി നോക്കുക, എന്നിട്ട് ആ ഒരു കാര്യത്തിൽ മാത്രം ഒരു ചേഞ്ച് വരുത്തുക. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ഈ ടോക്സിക് ആയിട്ടുള്ള സൈക്കിൾസ് ബ്രേക്ക് ചെയ്യേണ്ടത്. അങ്ങനെയാണ്. അപ്പോൾ ഇവിടെ അങ്ങനെ ഒരു സാഹചര്യമാണ് കാണുന്നത്. ഓക്കെ. അപ്പോൾ ഈ വ്യക്തി വന്നിട്ട് നിറം പിടിപ്പിച്ച എന്തൊക്കെയോ കഥകൾ നിങ്ങളെ പറഞ്ഞ് ധരിപ്പിച്ചിട്ടുണ്ട്. ഇതിൽ ശരിയും തെറ്റും ഉണ്ടായിരുന്നു. അതുകൊണ്ട് നിങ്ങൾക്കത് പെട്ടെന്ന് വേർതിരിച്ചറിയാൻ കഴിഞ്ഞില്ല. പക്ഷെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ യഥാർത്ഥ സ്വഭാവം പുറത്തു വരാൻ തുടങ്ങി. ഓക്കെ. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടാവാൻ തുടങ്ങി. ആദ്യം പറഞ്ഞത് ഇങ്ങനെയല്ലല്ലോ, അതിൽ നിന്ന് വ്യത്യാസമായിട്ടല്ല ഇപ്പോൾ ബിഹേവ് ചെയ്യുന്നതെന്നുള്ളൊരു തോന്നൽ, അങ്ങനെ ഡൗട്ട്സ് നിങ്ങൾക്ക് ഉണ്ടാവാൻ തുടങ്ങി. അങ്ങനെ നിങ്ങൾ അവസാനം മനസ്സിലാക്കി ഇതെല്ലാം അവസാനിപ്പിക്കുന്നു. അപ്പോൾ ഈ വ്യക്തിയുടെ തോട്ട്സ് എന്താണെന്ന് വെച്ചാൽ, എങ്ങനെ നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യാമെന്നാണ് ചിന്തിക്കുന്നത്. അതായത് ഇനി എന്ത് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കും. ഓക്കെ. അപ്പോൾ നിങ്ങൾ ബോൾഡായിട്ട് മുന്നോട്ട് പോവുകയാണെന്ന് മനസ്സിലായി. അപ്പോൾ ഇനി പറഞ്ഞതൊക്കെ ഒന്ന് മാറ്റി പറഞ്ഞാലോ. ഈ വ്യക്തി എന്ന് പറയുന്നത് സ്പിരിച്വലി ഒട്ടും ഡെവലപ്ഡ് അല്ലാത്ത ഒരാളാണ്. ഓക്കെ. ഫ്രണ്ട്സുമായിട്ടൊക്കെ കറങ്ങി പാർട്ടി പോവുക, അല്ലെങ്കിൽ വേറൊരു ടൈപ്പ് ഓഫ് ലൈഫ് ജീവിക്കുന്ന ഒരാളായിരിക്കും. അപ്പോൾ എനിക്ക് തോന്നി വരുന്ന ഒരു 3 അല്ലെങ്കിൽ 5 മന്ത്സിനകം ഈ വ്യക്തിക്ക് ലൈഫ് ചേഞ്ചിങ് ആയ എന്തെങ്കിലും ഒരു കാര്യം ഈ വ്യക്തിയുടെ ലൈഫിൽ ഉണ്ടാവുമെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതൊരു നല്ല കാര്യമാവാം, മോശം കാര്യമാവാം, പക്ഷേ അത് ഈ വ്യക്തിയുടെ ലൈഫിനെ ഒന്ന് പിടിച്ചുലയ്ക്കുന്ന ഒരു സംഭവമായിരിക്കും. കാരണം സാറ്റേൺ എന്ന് പറയുന്നത് കർമ്മ റിലേറ്റ് ചെയ്ത് കർമ്മയാണ് കാണിക്കുന്നത്. അതായത് നിങ്ങൾ എന്ത് നല്ലത് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലത് കിട്ടും തിരിച്ചു. ഓക്കെ. മോശ പ്രവൃത്തികളാണെങ്കിൽ അതിൻ്റെ കർമ്മ തിരിച്ച് അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോൾ ആ ഒരു കാര്യം എന്തോ ഒരു സംതിങ്, ഒരു ഇൻസിഡൻറ്റ് ഈ വ്യക്തിയുടെ ലൈഫിൽ നടക്കാൻ പോകുന്നതായിട്ട് മനസ്സിലാകും. അപ്പോൾ അതിന് ശേഷം നിങ്ങളോടുള്ള മനോഭാവത്തിൽ മാറ്റം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ കള്ളങ്ങൾ കേട്ട് മതിയായിട്ടാണ് ഇട്ടിട്ട് പോയത്. ഇനി അതിൻ്റെ ബാക്കി കള്ളങ്ങളും കൂടി പറഞ്ഞാലോചിച്ച് അതിനുള്ള പുറപ്പാടിലാണ് ഇപ്പോൾ. ഇനി നിങ്ങളോട് പഴയ പോലെ ഇമോഷൻസ് വളച്ചൊടിക്കാനൊന്നും പറ്റില്ലെന്ന് മനസ്സിലായപ്പോൾ ഇനി അടുത്ത ഐഡിയ എന്താണ് ചിന്തിക്കുക. കുറച്ച് സ്ലോ മൂവിങ് ആണ്, എങ്കിലും തിരിച്ചു വരും ഇത് കേട്ടോ. പക്ഷെ കോമഡിയാണ്, തിരിച്ചു വരും. എന്താ എനിക്കിങ്ങനെ ഒരു കോമഡി ഫീൽ ചെയ്യുന്നത് നിങ്ങൾക്ക് ആൾ തിരിച്ചു വന്ന് കഴിയുമ്പോൾ മനസ്സിലാവും കേട്ടോ. ഓക്കെ ഡിയേഴ്സ്, അപ്പം നമുക്കിതിവിടെ നിർത്താം. നെക്സ്റ്റ് ഫയലിലേക്ക് പോവാം. ഫയൽ നമ്പർ എന്ത് ഡിസിഷൻ വേണമെങ്കിലും നമുക്ക് എടുക്കാം, ഏത് കാര്യത്തിനും. ഓക്കെ. അതിനുള്ള ഒരു ഫ്രീ വിൽ നമുക്കുണ്ട്. ഫയൽ നമ്പർ 3 ബ്ലൂ പെൻസിൽ ചൂസ് ചെയ്തവരുടെ റീഡിംഗ് ആണ്. അപ്പോൾ എന്താണ് നിങ്ങളുടെ ഇപ്പോഴത്തെ എനർജി?
എന്താണ് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി? നാല് കാർഡും വന്നു. അപ്പോൾ നിങ്ങളുടെ എനർജി എന്താണെന്ന് നോക്കാം. ഫയൽ നമ്പർ 3. ഓക്കെ, നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി. ഓക്കെ, ഇതെനിക്ക് ഫീൽ ചെയ്യുന്നു ഇതാദ്യം വെച്ചത് നിങ്ങളുടെ എനർജി അല്ലെന്ന് തോന്നുന്നു, നിങ്ങളുടെ പേഴ്സണൽ എനർജി ആണെന്ന് തോന്നുന്നു. ഇതാണെന്ന് തോന്നുന്നു നിങ്ങളുടെ എനർജി. ഓക്കെ, എനിക്കങ്ങനെ ഫീൽ ചെയ്യുന്നു. ഓക്കെ, ഫയൽ നമ്പർ 3. ഇപ്പോൾ ഞാൻ എൻ്റെ ഇൻറ്റ്യൂഷൻസിന് കൂടെ തന്നെ പോവാണ്. ഇതിപ്പോൾ നിങ്ങളുടെ കറണ്ട് എനർജി എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കുറച്ച് കൺഫ്യൂസ്ഡ് ആണ്. ഓക്കെ, കുറച്ച് കൺഫ്യൂസ്ഡ് ആണ്. ഏതോ ഒരു സിറ്റുവേഷൻ കാരണം നിങ്ങൾക്കൊരു ഒരു ഒരു സ്റ്റക്നെസ് ഫീൽ ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ വിഷയത്തിൽ ഒരു തീരുമാനം അല്ലെങ്കിൽ ഒരു കൺക്ലൂഷനിലേക്ക് പോകാൻ പറ്റണില്ല. ഈ റിലേഷൻഷിപ്പ് വിഷയമാകാം, കരിയർ ആകാം, എന്തും ആകാം. പിന്നെ നമ്മളിപ്പോൾ ഇതിനകത്തൊരു പേഴ്സൻ്റെ കാര്യം മനസ്സിൽ വെച്ചിട്ടാണ് നോക്കുന്നത്. അപ്പോൾ മോസ്റ്റ് പ്രോബബ്ലി ക്യാൻ ബി അബൌട്ട് റിലേഷൻഷിപ്പ്. അപ്പോൾ ഇത് ഓൾറെഡി ഒരു റിലേഷൻഷിപ്പ് ഉള്ളതായിട്ടാണ് എനിക്ക് മനസ്സിലാവുന്നത്. അങ്ങനെ ഉള്ളവർ ഈ റീഡിങ് കാണുക. ഓക്കെ, അല്ലാത്തവർ വേറെ ഫയൽ ചൂസ് ചെയ്യുക. ഫയൽ നമ്പർ 3യുടെ കാര്യമാണേ. അപ്പോൾ ഈ വ്യക്തിക്ക് നിങ്ങളോടൊരു സ്ട്രോങ് ലെവൽ ഓഫ് അട്രാക്ഷൻ കാണുന്നു. അത് വെറുമൊരു ഫിസിക്കൽ അട്രാക്ഷൻ ആണെന്ന് ഞാൻ പറയില്ല. ഇറ്റ് ഈസ് സംതിങ് സീരിയസ്. ഓക്കെ, ചിലപ്പോൾ ഡയറക്റ്റ് വന്നൊരു പ്രപ്പോസൽ നടത്തുകയോ, അല്ലെങ്കിൽ ചില പേർക്ക് ഇതൊരു ഇനിഷ്യൽ സ്റ്റേജുമായിരിക്കാം, ഒരു തുടക്കം. പക്ഷേ ഇതൊരു കമ്മിറ്റ്മെൻറ്റിലേക്കാണ് പോകുന്നത്. ഓക്കെ, ഇപ്പോൾ ചിലപ്പോൾ മിക്സ്ഡ് സിഗ്നൽസ് അല്ലെങ്കിൽ ഇമോഷൻസ് ആയിരിക്കാം ഈ വ്യക്തി നിങ്ങളോട് കാണിക്കുന്നത്. ബട്ട് പോകെ പോകെ അത് മാറി വരുന്ന ഒരു പ്രതീതിയാണ് ഇവിടെ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊരു സ്ട്രോങ് സോൾമേറ്റ് അല്ലെങ്കിൽ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ, പാസ്റ്റ് ലൈഫ് കണക്ഷനാണ് ഇവിടെ കാണുന്നത്. നമ്പർ 8 എന്ന് പറയുന്ന നമ്പറിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? ഇത് ഡെസ്റ്റിനിയെ കാണിക്കുന്ന നമ്പറാണ്. ഓക്കെ, ഡെസ്റ്റൈൻഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഒരു ബന്ധം എന്ന് പറയുന്നത്. തന്നെ വളരെ ഡെസ്റ്റൈൻഡ് ആയിട്ടുള്ള ഒരു ബന്ധമായിട്ടാണ് എനിക്ക് മനസ്സിലാവുന്നത്. അപ്പം നിങ്ങളിതിൽ നിന്ന് ആദ്യം പറഞ്ഞ കൺഫ്യൂഷൻസ് കാരണം തിരിഞ്ഞു നടന്നാലും സംഹൗ ഇത് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, കാരണം ഇത് ഇൻഫിനിറ്റി സിമ്പിളാണ്. സംഹൗ ഇത് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യേണ്ടി വരും.
അപ്പോൾ ഇത് നിങ്ങളൊരു പക്ഷേ ഈ വ്യക്തിക്ക് പാസ്റ്റ് ലൈഫ് ഒരു ബോണ്ടായതുകൊണ്ട് മുജന്മത്തിൽ കൊടുത്ത ഒരു പ്രോമിസ് ആയിരിക്കാം. എനിക്കങ്ങനെ ഫീൽ ചെയ്യുന്നു. യെസ്. അപ്പോൾ നിങ്ങളിതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഡെസ്റ്റൈൻഡ് ആയിട്ടുള്ള ഒന്നിനെ നമുക്ക് മാറ്റാൻ പറ്റില്ല. ചിലപ്പോൾ അത് നടക്കുന്നത് നമ്മളുടെ ഇഷ്ടത്തോടെ ആവാം, അല്ലായിരിക്കാം. പക്ഷെ ചിലത് മാറ്റാൻ പറ്റില്ല, അതങ്ങനെയാണ്. ഓക്കെ. അപ്പോൾ ഈ വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്നതെന്ന് പറയുന്നത്, നമുക്ക് നോക്കാം, ഈ റിലേഷൻഷിപ്പ് ഒന്ന് മുന്നോട്ട് പോയി നോക്കാം. ഓക്കെ, എന്താകുമെന്ന് നോക്കിയിട്ട് ഒരു കമ്മിറ്റ്മെൻറ്റിലേക്ക് പോവാം. പതുക്കെ നീങ്ങാം. ഓക്കെ. എടുത്തു ചാടി ഒരു തീരുമാനം എടുക്കാൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്നില്ല. ഇതൊരു വർക്ക് പ്ലേസിൽ മീറ്റ് ചെയ്തതാവാം, അല്ലെങ്കിൽ ഒന്നിച്ച് പഠിച്ചതാകാം. ഒരു കൊളാബറേഷൻ പോലെ എനിക്ക് തോന്നുന്നു. ഓക്കെ. പക്ഷെ നിങ്ങൾക്കിതാ പെട്ടെന്ന് നിങ്ങളുടെ ഈ കൺഫ്യൂഷൻ മാറണം എന്നുള്ളൊരു ഇതിലാണ് നിങ്ങൾ നിൽക്കുന്നത്. പെട്ടെന്ന് നടക്കില്ല കേട്ടോ. നോ, പെട്ടെന്ന് നടക്കില്ല. നിങ്ങളിങ്ങനെ ക്യൂൻ ഓഫ് സോർഡ്സ് എന്ന് പറയുന്ന ആ ഒരു ഇതിൽ നിൽക്കുമ്പോൾ ഈ വ്യക്തി ഏസ് ഓഫ് സോർഡ്സിൽ എനർജിയിൽ നിൽക്കണം. അതായത് നിങ്ങൾ കട്ട് ചെയ്തിട്ട് പോകണം എന്ന് ചിന്തിച്ചാലും ഇത് സ്റ്റാർട്ട് ചെയ്യണം എന്നാണ് ഈ വ്യക്തി ചിന്തിക്കുന്നത്. മനസ്സിലായോ ഞാൻ പറഞ്ഞത്? പിന്നെ അത്യാവശ്യം നല്ല ഈഗോ ഒക്കെ ഉള്ള, കാരണം ഇത് ലിയോ കാർഡാണ്, അത്യാവശ്യം നല്ല ഈഗോ ഒക്കെ ഉള്ള ഒരു വ്യക്തിയാണ്. അപ്പം നിങ്ങൾ ചില കാര്യങ്ങളിൽ ഒന്ന് താഴ്ന്നു കൊടുക്കേണ്ടതായിട്ട് വരും. കുറച്ച് ഡോമിനൻ്റ് ആയ ഒരു ക്യാരക്ടറായിരിക്കും, കുറച്ച് ഫയറി നേച്ചറുള്ള. സ്നേഹക്കുറവൊന്നുമില്ല, പക്ഷെ കുറച്ചൊരു എനിക്ക് തോന്നുന്നു ഒരു കലഹപ്രിയനാണ്. ഓക്കെ. പെട്ടെന്ന് പിണങ്ങുന്ന ഒരു നേച്ചറും കാണുന്നു. പെട്ടെന്ന് പിണങ്ങും. അപ്പോൾ എനിക്ക് സ്ട്രോങ് ആയിട്ട് ഫീൽ ചെയ്യുന്ന എനർജീസ് എന്ന് പറയുന്നത് സോഡിയാക്സ്, വിർഗോ, ജെമിനായി, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, ടോറസ് ആൻഡ് ലിബ്ര. ഓക്കെ. അപ്പോൾ ഇവിടെ ഒന്ന് വിട്ട് കൊടുക്കാനുള്ളൊരു മനോഭാവം നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടതായിട്ട് കാണുന്നു. റിലേഷൻഷിപ്പൊക്കെ നല്ലതാണ്, ലോങ് ടേം കൊണ്ടുപോകാവുന്ന ഒന്നാണ്. ഇത് ആക്ച്വലി നിങ്ങൾ തന്നെ മനസ്സിൽ മാനിഫെസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന ഒരു റിലേഷൻഷിപ്പാണ്. അതാണ് ഏറ്റവും രസം. പാസ്റ്റ് ലൈഫ് ബോണ്ട് ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഉള്ളിൽ അറിയാതെ മാനിഫെസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നതാണോ എനിക്കറിയില്ല. ഇപ്പോൾ കമ്മ്യൂണിക്കേഷൻ നല്ല രീതിയിലാക്കുക. ഓക്കെ, കമ്മ്യൂണിക്കേഷൻ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വഴിയുണ്ട്. കമ്മ്യൂണിക്കേഷൻ നല്ല രീതിയിലാക്കുക, പറയുന്നത് എന്താണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കുക, രണ്ട് സൈഡിൽ നിന്നും ചിന്തിക്കുക ഏത് കാര്യത്തിലും. അതുപോലെ ഒന്നിച്ച് സ്പിരിച്വലായിട്ടുള്ള പ്ലേസസൊക്കെ വിസിറ്റ് ചെയ്യുക. നിങ്ങൾ ഒന്നിച്ച് പോകണം. ഓക്കെ. ക്ഷേത്രങ്ങളിലും പള്ളികളിലൊക്കെ പോകുന്നവരാണെങ്കിൽ ഒന്നിച്ച് അവിടെയൊക്കെ പോവുക. വേറെ പ്രോബ്ലംസ് ഒന്നും കാണുന്നില്ല. ഓക്കെ, ഫയൽ നമ്പർ 3. അപ്പോൾ ഇതാണ് നിങ്ങളുടെ റീഡിങ്. അപ്പോൾ നമുക്ക് റീഡിങ് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ റീഡിങ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എൻ്റെ ചാനലും സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് റീഡിങ്ങിൽ കാണാം. അതുവരെ ബൈ.